ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്ത പ്രൊജക്റ്റിനെ നമുക്ക് പൈത്തൺ എനിവറിലേക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ പ്രൊജക്റ്റിനുള്ളിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു, അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ആഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് എല്ലാവർക്കും ലഭ്യമാകണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെർവറിനുള്ളിൽ ഇത് ഹോസ്റ്റ് ചെയ്യണം. അപ്പോൾ VPN സെർവറാണ് ഇത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്ന് പൈത്തൺ എനിവറിൽ നമുക്കിതെങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഹോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു റിക്വയർമെൻറ്റ് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ഫ്രീ സേ അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു ഗ്രേറ്റർ ദാൻ ഇട്ടതിന് ശേഷം റിക്വയർമെൻറ്റ്സ് ഡോട്ട് TXT എന്നുള്ള ഫയൽ കൊടുക്കുക. ഇതെന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാക്കേജസുകളാണോ ഉപയോഗിച്ചിട്ടുള്ളത് അതൊക്കെ നമുക്ക് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ആ സെർവറിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കാനും നമുക്കിവിടെ ഒരു ടെക്സ്റ്റ് രൂപത്തിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്ത പാക്കേജുകളൊക്കെ പേര് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. വളരെ കുറച്ച് പാക്കേജുകളോട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഇങ്ങനെ അല്ലാതെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിലെ എല്ലാ പാക്കേജസുകളും ഇതിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ വെർച്വൽ എൻവയോൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ പാക്കേജസ് മാത്രമാണ് ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊരു ഇപ്പോൾ ഇത്രയും ചെയ്ത ഈ ഭാഗത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓക്കെ, ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഒന്നുകൂടി ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എഗെയിൻ ഒന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് പോകാം. അപ്പോൾ ഫോൾഡറിൻ്റെ പേര് പ്രൊജക്റ്റ് എന്നാണ്. അപ്പോൾ പ്രൊജക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ റിക്വയർമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആ പാക്കേജസ് ഇവിടെ കിട്ടൂ. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിക്വയർമെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ പ്രൊജക്റ്റിനെ നമുക്കൊരു സിപ്പ് ഫയലാക്കി മാറ്റാം. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് കംപ്രസറിൽ പോയിട്ട് നമുക്കിത് സിപ്പ് ഫയലായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പൈത്തൺ എനിവർ ആണ്. അപ്പോൾ പൈത്തൺ എനിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇമെയിൽ ID ഒന്നും വെരിഫൈ ചെയ്യേണ്ട. അപ്പോൾ നമുക്കിവിടെ വന്ന് സിമ്പിളായിട്ടൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാനിവിടെ വന്ന് പൈത്തൺ എനിവർ എന്ന് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൾറെഡി ഇവിടെ ഒരു വെബ്സൈറ്റ് ലോഗിൻ ആണ്, അത് ഞാൻ ലോഗ് ഔട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പുതിയൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ പേര് ഞാനിവിടെ വന്ന് ക്രിയേറ്റ് ന്യൂ ബിഗിനർ അക്കൗണ്ട് എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു യൂസർ നെയിം ചേർത്ത് കൊടുക്കാം. യൂസർ നെയിം നമ്മൾ zoomixinfo1 എന്ന് ചേർത്ത് കൊടുത്തു. ഒരു ഇമെയിൽ ID നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വന്ന് zoomixinfo1 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പാസ്വേഡും നമുക്കിവിടുന്ന് ചേർത്ത് കൊടുക്കാം. അതേ പാസ്വേഡ് തന്നെ നമുക്കിവിടെ വന്ന് അടിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ എഗ്രി ചെയ്തതിന് ശേഷം നമുക്കിവിടെ രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ വന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ആയി. ഇമെയിൽ ID വെരിഫൈ ചെയ്യേണ്ടാത്തത് കൊണ്ട് നമുക്ക് ഏത് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും ഇതിൽ എത്ര അക്കൗണ്ട് വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ ടൂർ ഇവിടെ വെച്ച് എൻഡ് ചെയ്യിപ്പിക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഫയൽ ഓപ്പൺ ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ആ ചെയ്തു വെച്ച ആ ഫയലിനെ നമുക്കിതിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയാണോ സേവ് ചെയ്തിട്ടുള്ള ആ ലൊക്കേഷന് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയതിന് ശേഷം പൈത്തൺ എന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത ആ പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, കൺസോൾ നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. കൺസോളിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ബാഷ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇവിടെ വന്ന് PWD എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇതിലെന്തൊക്കെ ഡയറക്ടറി അങ്ങനെയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതൊന്ന് ലോഡ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഭാഷ, അതായത് നമ്മൾ ടെർമിനൽ ഒന്ന് ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് PWD എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഏതിലാണോ ഡയറക്ടറി നിൽക്കുന്നത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമ്മളിവിടെ വന്ന് ജസ്റ്റ് LS എന്ന് ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഡിക്ഷണറിയിലുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണിച്ചു തരും. ഇവിടെ നമുക്കൊരു സിപ്പ് ഫയൽ ഉണ്ട്, അത് നമുക്കൊന്ന് അൺസിപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന്
സിപ്പ് എന്ന് ചേർത്തതിന് ശേഷം ആ ഫയലിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ വന്ന് ജസ്റ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വന്ന് അൺസിപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അൺസിപ്പ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് അൺസിപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം, എഗെയിൻ നമുക്കിവിടെ വന്ന് LS എന്നുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ വന്ന് ഈ പ്രൊജക്റ്റ് എന്നുള്ളൊരു ഫോൾഡർ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ CD എന്നിട്ടതിന് ശേഷം ജസ്റ്റ് പ്രൊജക്റ്റ് എന്ന് കൊടുത്തതിന് ശേഷം അതിലേക്കായിട്ട് നമ്മൾ ചേഞ്ച് ഡയറക്ടറി കൊടുത്തു. ഇനി നമുക്കിവിടെ വന്ന് ആഡ് ചെയ്യാം പിപ്പ് ഇൻസ്റ്റാൾ. അതിനുശേഷം ഇവിടെ വന്ന് എന്നിട്ടതിന് ശേഷം നമുക്ക് ആ ഫയലിൻ്റെ പേര് ഇപ്പോൾ നമ്മളവിടെ കൊടുത്ത requirements.txt എന്ന് ചേർത്ത് കൊടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വരും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആകെ 3-4 ഫയൽ മാത്രമേ ഉള്ളൂ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഡൗൺലോഡ് ആവട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ വന്ന് ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് വെബ് എന്നുള്ളത് ഓപ്പൺ ചെയ്യാം. വെബ് എന്നുള്ളത് ഒരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ വന്ന് വെബ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് പുതിയൊരു വെബ് ആപ്പ് ആഡ് ന്യൂ വെബ് ആപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇവിടെ വന്ന് മാനുവൽ കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ പൈത്തൺ 3.10 സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് അമർത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് ക്രിയേറ്റ് ആയി വരികയാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഇവിടെ വന്ന് ഡൗൺലോഡ് ചെയ്ത് വരുന്നതുമാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു വെൽക്കം പേജ് ആയിരിക്കും കാണിക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഒരു കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിവിടെ വന്ന് സോഴ്സ് കോഡ് എന്ന ഭാഗത്ത് നമ്മൾ സോഴ്സ് കോഡ് ഏതാണോ അത് നമുക്കിവിടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഫയൽ എന്നുള്ളത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമുക്കിവിടെ വന്ന് ഈ പ്രൊജക്റ്റ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. ഇത്രയും ഭാഗം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ വന്ന് ജസ്റ്റ് ഈ WSGI കോൺഫിഗറേഷൻ ഫയലിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു ലൈന് മാത്രം നിർത്തിയത്, അതായത് കുറച്ച് ലൈന് മാത്രം ഈ ജാങ്കോൻ്റെ ഭാഗം മാത്രം നിർത്തി ബാക്കിയുള്ളതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ വന്ന് ജാങ്കോ എന്ന ഭാഗം മാത്രം ഇവിടെ നിർത്തുക. അതിനുശേഷം ഇതിൻ്റെ താഴെയുള്ള ഭാഗവും നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കമൻറ്റുകളൊക്കെ അൺകമൻറ്റ് ചെയ്യാനുണ്ട്. ഇമ്പോർട്ട് OS, അതേപോലെ ഇമ്പോർട്ട് സിസ്, അതേപോലെ തന്നെ പാത്ത്, അതേപോലെ ഈഫ്, അതേപോലെ സിസ്, അതേപോലെ OS, ദെൻ ഈ ഭാഗവും അതേപോലെ ഈ ഭാഗവും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇവിടെ വന്ന് മൈ സൈറ്റ് എന്നുള്ളിടത്ത് നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേര് പ്രൊജക്റ്റ് എന്ന് തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയും സെറ്റിങ്സ് എന്നുള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേര്, ആ പ്രൊജക്റ്റിന് എന്താണോ പേര് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് സേവിൽ ക്ലിക്ക് ചെയ്യാം. എഗെയിൻ നമുക്കിവിടെ വന്ന് വെബിലേക്ക് തന്നെ പോവാം. ഓക്കെ, വെബിലേക്ക് പോയി അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് ജസ്റ്റ് സ്റ്റാറ്റിക് കൊടുക്കേണ്ട ഭാഗമാണ്. അപ്പോൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു സ്ലാഷ് ഇടുക. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റാറ്റിക് എന്ന് എഴുതുക. ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് സ്റ്റാറ്റിക്കിൻ്റെ URL പാത്ത് നമുക്ക് ഇവിടുന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് ഹോസ്പിറ്റൽ എന്ന ഭാഗത്ത് പോയി അതിനുശേഷം ഇതിനുള്ളിലെ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡർ നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ഒന്ന് കോപ്പിയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി നമുക്കിത് സേവ് ചെയ്യാം. ഓക്കെ, എഗെയിൻ ഇത് നമുക്കൊന്ന് റീലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തൊന്ന് നമ്മൾ റീലോഡ് ചെയ്തു. അതിനുശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. റീലോഡിങ് കംപ്ലീറ്റ് ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് റീലോഡ് ചെയ്തു. നമുക്കിതിൽ ക്ലിക്ക് ചെയ്തൊന്ന് റൺ ചെയ്യിപ്പിക്കാം. മാക്സിമം എറർ വരാനാണ് സാധ്യത, കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ളതൊന്നും ഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നത് വരെ നമ്മളിവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ലിങ്ക് നമുക്ക് ഇവിടുന്ന് കോപ്പി ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് നമ്മുടെ മെയിൻ പ്രൊജക്റ്റിൻ്റെ ഉള്ളിലേക്ക് പോവുക.
ഇതിപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളിവിടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്ന് നമ്മളെ മെയിൻ പ്രൊജക്റ്റിൽ പോയതിന് ശേഷം സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നമുക്കിവിടെ വന്ന് അലൗഡ് ഹോസ്റ്റ് എന്നുള്ള ഭാഗമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ആ കോപ്പി ചെയ്ത ലിങ്ക് നമുക്കിവിടെ വന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൽ ലിങ്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ HTTP അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ആ ലിങ്ക് മാത്രം നമുക്കിവിടെ ചേർത്ത് കൊടുത്താൽ മതി. എഗെയിൻ നമുക്കിത് ഒന്നുകൂടി സേവ് ചെയ്യാം. ഓക്കെ, ഇത് ഇൻസ്റ്റാൾ ആവാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത് ഇൻസ്റ്റാളായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആവാതെ നമ്മൾ എന്ത് ചെയ്താലും എറർ ആയിരിക്കും വരിക. അപ്പോൾ ഇതൊന്നുകൂടി നമ്മൾ റീലോഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു എന്ന് നമുക്ക് നോക്കാം. ഇത് റീലോഡ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കളക്ട് സ്റ്റാറ്റിക് മേ ബി ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒന്നുകൂടി ഞാനിതിൽ ക്ലിക്ക് ചെയ്ത് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. എഗെയിൻ എററാണ്, നമുക്കിതിൽ ഈ ഭാഗം ഇൻസ്റ്റാൾ ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള പാക്കേജസുകളൊക്കെ ഇതിലേക്ക് ഇൻസ്റ്റാൾ ആയി വരുന്നുണ്ട്. SQL പാസ്, അതേപോലെ പിലോ, അതേപോലെ തന്നെ ഈ ഭാഗമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയി വരുന്നത് വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമ്മളെ ഇമേജസ്, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ്, ഡോക്ടേഴ്സിൻ്റെ ഇമേജസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നമ്മൾ കൊടുത്ത അതേ രൂപത്തിൽ തന്നെ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ. നമ്മൾ ഈ പ്രൊജക്റ്റിൽ പ്രധാനമായിട്ടും പറഞ്ഞത് എങ്ങനെ നമുക്കൊരു ഹോസ്പിറ്റൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നും അത് ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ അത് നമുക്ക് പൈത്തൺ ഹെനിവറിലേക്ക് ഹോസ്റ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു പുതിയ പ്രൊജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.